ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തേത് ഒരു പ്ലാന്റ് റിലേറ്റഡ് വീഡിയോ ഒന്നുമല്ല, പക്ഷേ കുറച്ച് ആളുകൾ എന്നോട് അന്വേഷിച്ചൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. അതായത് എൻ്റെ പോട്ടുകളൊക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പോട്ടുകൾ എവിടെ നിന്നാണ് വാങ്ങിക്കണത്, അതുപോലെ ഇതിൻ്റെ റേറ്റ് എന്താണ്, ഏത് കളർ പെയിൻ്റാണ്, എന്ത് പെയിൻ്റാണ് അടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് എന്നോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാമെന്ന് കരുതിയിട്ടാണ് ഇന്നൊരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം വാങ്ങിക്കുന്ന പോട്ടുകളെല്ലാം ഷോപ്പിൽ പോയി വാങ്ങിയതായിരുന്നു. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങാറില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ വീട്ടിൽ വെച്ചിട്ട് ചെയ്യും. വലിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്നും അല്ല, പക്ഷെ അവരോട് പറഞ്ഞ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് ചെയ്തു തരും. അങ്ങനെയാണ് ഞാൻ കുറച്ച് ആദ്യം ഓർക്കിഡ് പോട്ടുകളാണ് അവരുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത്. അന്നേരം ഞാൻ അളവ് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ചൊരു മിസ്റ്റേക്ക് പറ്റി, പക്ഷെ പോട്ട് കിട്ടിയപ്പോൾ വലിയ പോട്ടുകളായി. അപ്പം ഞാൻ വിചാരിച്ചു സെയിം അളവിൽ തന്നെ ഈ ഹോളില്ലാതെ പോട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ അടീനിയം വെക്കാമല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ അവരുടെ അടുത്ത് അടീനിയം വെക്കാനും വേണ്ടിയിട്ട് കുറച്ച് പോട്ടുകൾ ഉണ്ടാക്കാൻ കൊടുത്തത്. അങ്ങനെ പോട്ടുകളൊക്കെ ഉണ്ടാക്കി കിട്ടി. ഇനി ഇതിന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെയിൻറ്റ് വാൽമാക്സിൻ്റെ ഫ്ലോറെക്സ് ഫ്ലോർ പെയിൻ്റാണ് കേട്ടോ. ടെറാക്കോട്ട കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതിന് മുന്നേ വേറൊരു പെയിൻറ്റ് ഉപയോഗിച്ചിരുന്നു, പക്ഷെ അത് അത്രയ്ക്ക് കണ്ട് എനിക്കൊരു ഭംഗി വന്നില്ല. എന്തോ ഒരു കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ അതത്ര നമ്മളെ കയ്യിൽ കരിയോ എന്തെങ്കിലും ചളിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ പോട്ടിൽ അത് പറ്റി പിടിക്കും. പിന്നെ കഴുകിയാലൊന്നും അത് പോണില്ല. അപ്പോൾ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ഇതാണ്. ഇതിനേക്കാളും നല്ല പെയിൻറ്റുകൾ വേറെ ഉണ്ട്, പക്ഷേ നമുക്കൊരു അഫോർഡബിൾ റേറ്റ്. ഇതിൻ്റെ റേറ്റ് MRP വരുന്നത് 600 സംതിങ് ആണ്, പക്ഷെ അത്രയൊന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. 300 സംതിങ് ആണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഈ പെയിൻറ്റിന് വന്നുള്ളൂ. ഇതിൽ നമ്മൾ 1/3 ഭാഗം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ഇനി പോട്ടിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. എനിക്ക് ഈ പോട്ട് ഉണ്ടാക്കാൻ എനിക്ക് ചിലവ് വന്നത് 80 രൂപയാണ് കേട്ടോ. 12 ഇഞ്ച് വ്യാസത്തിലാണ് ഞാൻ ഈ പോട്ട് ചെയ്തിട്ടുള്ളത്, 6 ഇഞ്ച് ഉയരത്തിലും. അത്യാവശ്യം വലിയ പോട്ട് തന്നെയാണ്. 80 രൂപയ്ക്കൊന്നും നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടൂല. പക്ഷേ സാധാരണ പോട്ടുകളെക്കാളും കുറച്ച് തിക്നെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി. പിന്നെ തിക്നെസ് കുറവായതിനും കൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പൊട്ടിപ്പോവും. അതിപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും, അതായത് തിക്നെസ് കൂടുതലാണെങ്കിലും നമ്മൾ മൺചട്ടി കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്യണത് നല്ലതല്ല. എല്ലാവരും കെയർ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഇനി ഇതല്ല, തിക്നെസ് കുറച്ച് കൂട്ടണം എന്നുള്ളവർക്ക് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. പക്ഷെ കോസ്റ്റ് കുറച്ചുകൂടെ കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്നും അല്ല, ഒരു വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ചെറിയ രീതിയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നത് കോട്ടക്കൽ ഏരിയയിലുള്ളവരോ അതല്ലെങ്കിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്കോ ആണ്. അല്ലാതെ കൊറിയറൊന്നും ഇവർ ചെയ്യാൻ പറ്റൂലല്ലോ, മൺചട്ടിയല്ലേ, എങ്ങനെയായാലും ഡാമേജ് വരും. അപ്പോൾ ഞാൻ എൻ്റെ പോട്ടുകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പോട്ട് എങ്ങനെയോ പൊട്ടിയിട്ടുണ്ട്. അതെനിക്ക് എന്ത് പറ്റിയത്, എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പൊട്ടിയിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ പെയിൻ്റ് അടിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ പൊട്ടിക്കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വല്ല പൂച്ചയോ ഒക്കെ കയറിയിട്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ അവരുടെ ഒരു പോട്ടുണ്ടാക്കുന്ന സ്ഥലം. ജസ്റ്റ് ഒന്ന് അവരുടെ വീടാണ്, ചെറിയൊരു ഭാഗത്താണ് അവർ ഇത് ചെയ്യുന്നത്. അവർ മെയിനായിട്ട് സാധാരണ കറിച്ചട്ടികളൊക്കെയാണ് ഉണ്ടാക്കുക. പോട്ടുകൾ നമ്മൾ ആവശ്യക്കാർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ നമ്പർ. പിന്നെ നമുക്ക് പോട്ട് ഓർഡർ കൊടുത്ത് 1 മാസം കഴിയും നമുക്ക് കയ്യിൽ കിട്ടാൻ. അത് കാരണം അത് ചൂളക്കിട്ടിട്ടൊക്കെ വേണമല്ലോ നമുക്ക് തരാൻ. അപ്പോൾ പറ്റുന്നവർ അവർ വീട്ടിൽ പോയി ഓർഡർ കൊടുക്കുകയും കുറച്ചുകൂടെ നന്നാവുക. കാരണം ഡയറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാം. മറ്റത് ശരിക്കുള്ള ഒരു അളവ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബൈ.